ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടാർഗറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലമ്മിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് പ്രെഡിക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾ തമ്മിലായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ക്ലിക്ക് ചെയ്ത് താഴെ കമൻറ്റിൽ വന്നിട്ട് ഒരുപാട് ചീത്ത വിളിക്കാൻ നിൽക്കരുത്. എങ്ങനെയാണ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ടോക്കൺ സപ്ലൈ ഉണ്ട്, എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ ഗൂഗിളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിലൊരു ഫാക്റ്റായിട്ട് നമുക്ക് തോന്നണമല്ലോ ഇത് ശരിയാണ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജൂൺ 7-ാം തീയതി ബ്ലമ്മിൻ്റെ സ്നാപ്ഷോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എലിജിബിൾ ആയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇന്നെലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയാണ് ഇതിൻ്റെ ടോക്കണോമിക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ടോക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ടോക്കണാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് വരുന്നത്, എത്രത്തോളമാണ് അവർ വെസ്റ്റിംഗ് ഇല്ലെങ്കിൽ എത്രത്തോളമാണ് അവർ ഹോൾഡ് ചെയ്തതിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫേസ് 1 ഉണ്ടോ, ഫേസ് 2 ഉണ്ടോ, ഇനിയും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആഴ്ച അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരെ ഗൂഗിളിലേക്ക് വന്നിട്ട് ഇതിന് എത്രത്തോളം ടോക്കൺ സപ്ലൈ ഉണ്ട് എന്നുള്ളൊരു കാര്യം നോക്കുകയാണ്. ഞാൻ തന്നെ ഊഹിച്ചിട്ട് സപ്ലൈ എടുക്കുന്നില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയ പോലെ ഞാൻ എടുക്കുന്നില്ല, ഒക്കെ ഗൂഗിളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഒരുപാട് ആൾക്കാരിൻ്റെ എല്ലാവരും എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ സപ്ലൈ ആണ്. 100 ബില്യൺ ടോക്കൺ ആയിരിക്കും നമ്മുടെ ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് പുറത്ത് വിടാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, ഇവർ ഒരുപാട് കാലമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മെയിൻ കോർ എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് ബോട്ടാണ്. ആ ട്രേഡിംഗ് ബോട്ടിനെയും ഈ ഒരു എയർ ഡ്രോപ്പ് ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ യൂസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്ലമ്മിൻ്റെ ടോട്ടൽ ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ആണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കണക്കാക്കുന്നത്. ഇനി നമ്മളിവിടെ അടുത്ത് നോക്കാൻ പോകുന്നത് ബ്ലമ്മിൽ എത്രത്തോളം ഒരു മാർക്കറ്റ് ക്യാപ്പാണ് ആൾക്കാർ ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്ലമ്മിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിന് 16.67 ബില്യൺ മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ 100 ബില്യൺ മാർക്കറ്റ് അല്ലെങ്കിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പും. ഒരു സാധാരണ ടെലിഗ്രാം പ്രൊജക്റ്റിനൊക്കെ നമ്മൾ ആൾറെഡി നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് 100 മില്യണും അത് കഴിഞ്ഞപ്പോൾ ഇടയിൽ ഒരു മിഡിലൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി 50 മില്യൻ്റെ താഴേക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നെറ്റിലൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 16.7 ബില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ കിട്ടാൻ പോകുന്നതെന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ എന്തായാലും 16.67 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒന്നും ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിന് എന്ത് ചെയ്യില്ല, അവർ തരില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ CMO എന്ന് പറയുന്ന ആളൊക്കെ റീസെൻ്റ് തന്നെ ജയിലിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തായിരിക്കും, ഒരുപാടൊന്നും ഇതൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളൊരു കാര്യം എനിക്കും അറിയാം, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അറിയാമെന്നാണ്. എന്താന്ന് പറഞ്ഞാൽ ഇനി അടികൊള്ളാനുള്ള ത്രാണിയൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികമുള്ള എക്സ്പെക്റ്റേഷൻ ലോ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്രിപ്റ്റോ ഫണ്ടിൽ പോയിട്ട് ഈ ഒരു ബ്ലമ്മിന് എത്രത്തോളം സീഡ് ഫണ്ട് ഇതുവരെ റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ടോട്ടൽ റേസ്ഡ് ഫണ്ട് ഇതുവരെ എന്ന് പറയുന്നത് $5 മില്യൺ ആണ് ഈ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് സീഡ് ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുവരെ റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഇപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു 5 മില്യൺ തൊട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതേപോലെ ഒരു ചാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആൾറെഡി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ ChatGPT ആണ് കാൽക്കുലേറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ ഈ ഒരു ഓരോ റെഫറൻസും നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ എത്രത്തോളം ടോക്കൺ സപ്ലൈ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൾറെഡി തന്നെ നമുക്കൊരു സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായാലും 100 ബില്യൺ ടോക്കണും സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് വരില്ല. അവർ മേ ബി മൊത്തം ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 100 ബില്യൺ ആയിരിക്കും. അതിലെല്ലാവരും കൂടി ആയിട്ട് പോണത് എത്രത്തോളം ബില്യൺ ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഒരു വാല്യൂ ഒക്കെ ഇതിന് വരിക. അപ്പോൾ ഞാനിവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇതിനൊരു ഫേസ് 1 ഫേസ് 2 ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 70% തന്നെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇല്ലെങ്കിൽ മൊത്തമായിട്ട് എന്താണ് നമുക്ക് ഈ ഒരു KOL ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവർക്കും ആയിട്ട് കൊടുത്തെങ്കിൽ ഇതിനൊരു 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു കോയിൻ്റെ പ്രൈസ് ഇല്ലെങ്കിൽ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.00040 കഴിഞ്ഞിട്ട് $714 ആയിരിക്കും ഇതിന് കിട്ടുക. അപ്പോൾ എന്തായാലും 5 മില്യൺ ആയിരിക്കില്ല, ഇതിനേക്കാളും കൂടുതൽ വരുമല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാക്സിമം നമുക്കൊരു 10 മില്യണൊക്കെ എടുക്കാം. അപ്പോൾ 10 മില്യൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ 0.0001429 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂലായിരിക്കും ഈ ഒരു ബ്ലമ്മിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ ഇതേപോലെ തന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ ഇതിനേക്കാളും കുറവ് വരാം, ഇല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വരാം. വളരെയധികം കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ്
ഡ്രോപ്പ് കിട്ടുന്ന പേഴ്സൻറ്റേജ് കുറയാം. ആ എല്ലാ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് എപ്പോഴാണ് അറിയുള്ളൂ? ഈ ഒരു ആഴ്ചയാണ് അറിയുള്ളൂ. ആ ഒരു കാര്യം കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു പ്രൈസ് ഇല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഒന്ന് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ഞാൻ കണക്കാക്കുന്നുള്ളൂ. 0.0001429 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂയിലേക്ക് ആയിരിക്കും ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റർ എടുത്ത് ഞാൻ വീണ്ടും കണക്കാക്കുകയാണ് എനിക്കിവർ എത്രത്തോളം തരും. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആവണം. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എലിജിബിൾ ആയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്നാലും ലോട്ട് ഓഫ് യൂസേഴ്സ് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇവർ മാക്സിമം എനിക്കൊരു 3 ലാക്ക് പോയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു 1000 ടോക്കൺ തന്നു എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അതേ ഇൻറ്റു 0.000 ഒരു പൂജ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. 3 പൂജ്യം ഉള്ളൂ. 1429 ആണെങ്കിൽ എന്നാലും നമുക്ക് എന്താണ് അത്രത്തോളം വാല്യൂ കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു 10,000 ഒക്കെ തരികയെന്നുണ്ടെങ്കിൽ $1, അതേപോലെ തന്നെ വീണ്ടും ഒരു 1,00,000 നല്ല രീതിയിലൊക്കെ പോയിന്റ് ഇല്ലെങ്കിൽ ടോക്കൺസ് തരാമെന്നുണ്ടെങ്കിൽ നല്ലൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു വാല്യൂലൊക്കെ ആയിരിക്കും വരിക. തീർച്ചയായിട്ടും എക്സ്പെക്റ്റേഷനൊക്കെ കുറയ്ക്കുക. ഈ ഒരു വാല്യൂയിൽ വന്നില്ലെങ്കിലും ഇതിനേക്കാളും കൂടുതലായാലും ആർക്കാണ്? നമുക്ക് തന്നെയാണ് ലാഭം. ഈ ഒരു വാല്യൂലൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ തെറി വിളിക്കാനുള്ള സ്കോപ്പൊന്നും ഞാൻ തന്നിട്ടില്ല. നമുക്ക് ടോക്കണോമിക്സ് 100% കിട്ടിയിട്ടില്ല. കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഇതിനൊരു പ്രൈസ് പ്രെഡിക്ഷനും കൂടി നടത്താം. അപ്പോൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ടോക്കൺ വരുന്നുള്ളൂ. 0.003 കഴിഞ്ഞിട്ട് 14. അതേപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് പ്രീ മാർക്കറ്റ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ പ്രീ മാർക്കറ്റും കൂടി ബ്രോയ്ക്ക് നോക്കിക്കൂടെ എന്നുള്ളൊരു കാര്യം. ആ കാര്യം കൂടി ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ മാത്രമാണല്ലോ നമുക്ക് അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്ലമ്മിൻ്റെ ഗേറ്റ്വേയിൽ ഇതിൻ്റെ പ്രീ മാർക്കറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലം ഗേറ്റ്വേ പ്രീ മാർക്കറ്റ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ 0.0022006 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂലാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു വാല്യൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു $2, $1.5 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു വാല്യൂയിൽ എടുത്തിട്ട് നമ്മൾ ഒരു 1000 ടോക്കൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഒക്കെ നോക്കാം. 0.002 എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് $2 എന്തായാലും കിട്ടും 1000 ടോക്കൺസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പ്രീ മാർക്കറ്റിനേക്കാളും എപ്പോഴും കുറവാണ് വരിക. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആഗ്രഹിക്കാം. ഏതെങ്കിലും ഒരു ദിവസം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ഇങ്ങനെയുള്ള ഫ്രീ എയർ ഡ്രോപ്പ് ഒന്ന് കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് പ്രൊജക്റ്റുകൾ ഫ്രീ എയർ ഡ്രോപ്പുകൾ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിലൊരു പാർട്ട് 1 വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് പാർട്ട് 2 വീഡിയോസ് പെട്ടെന്ന് തന്നെ സൂണിൽ തന്നെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, ചീത്തവിളി ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.